നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ഡലമാസം കൂടി ആരംഭിച്ചതോടെ ദേശീയപാതയിൽ വൻ ഗതാഗത തിരക്ക്. പാലിയേക്കര ടോൾ പ്ലാസയിലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം അനുവദിക്കുക, ഉറപ്പു നൽകിയ ഉത്സവ ഭത്ത നൽകുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച റേഷൻ ഉടമകൾ സമരം സംഘടിപ്പിക്കും. റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടേതാണ് തീരുമാനം. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് പൂർണ്ണമായും തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ വീടാണ് തകർന്നത്. വെള്ളിക്കുളങ്ങര കാരിക്കടവ് പുഴയിൽ അനുമതിയില്ലാതെ നിർമ്മിച്ച തടയണയിൽ കോടാലി സ്വദേശി നസീബ് മുങ്ങി മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ കോടാലി ആൽത്തറയ്ക്കൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CPM പുതുക്കാട് ലോക്കൽ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പ്രചോദനമാകാൻ ഓട്ട മത്സരത്തിൽ മെഡൽ നേടിയ ഒരു ടീച്ചർ. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുനിത ദേവിയാണ് സംസ്ഥാനതല കായിക മത്സരങ്ങളിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളി നേടിയത്. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിലെ മുൻ മാനേജർമാരെയും വിരമിച്ച അധ്യാപകരെയും ആദരിക്കാനായി ഗുരുവന്ദനം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മണ്ഡലമാസം കൂടി ആരംഭിച്ചതോടെ ദേശീയപാതയിൽ വൻ ഗതാഗത തിരക്ക്. പാലിയേക്കര ടോൾ പ്ലാസയിലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത്. ഞായറാഴ്ച അവധി ദിനം കൂടിയെത്തിയതോടെ തിരക്കേറിയെന്ന് കരുതുന്നു. ടോൾ പ്ലാസയിൽ എറണാകുളം ഭാഗത്തേക്കുള്ള ദിശയിലാണ് തിരക്കുണ്ടായത്. ഉച്ചതിരിഞ്ഞ് വാഹനത്തിരക്ക് പാലിയേക്കര മേൽപ്പാലം വരെയും നീണ്ടു. അവധി ദിവസങ്ങളിൽ ആമ്പല്ലൂരിലും എറണാകുളം ഭാഗത്തേക്കുമാണ് തിരക്കേറുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എറണാകുളം ഭാഗത്തേക്ക് തിരക്കുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കിയ ശേഷം ആമ്പല്ലൂരിൽ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ തിരക്ക് കുറഞ്ഞെങ്കിലും ശനിയാഴ്ച രാത്രിയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായി. രാത്രി 10-ന് ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് നന്ദിക്കര വരെ നീണ്ടു. 3/4 മണിക്കൂർ വരെ എടുത്താണ് വാഹനങ്ങൾ ആമ്പല്ലൂർ പിന്നിട്ടതെന്ന് യാത്രക്കാർ പറഞ്ഞു. ദേശീയപാതയിലെയും ടോൾ പ്ലാസയിലെയും തിരക്ക് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി കാര്യക്ഷമമായി ഇടപെടണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം അനുവദിക്കുക, ഉറപ്പു നൽകിയ ഉത്സവ ഭത്ത നൽകുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച റേഷൻ കട ഉടമകൾ സമരം സംഘടിപ്പിക്കും. റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടേതാണ് തീരുമാനം. റേഷൻ കടകളിൽ സാധനം എത്തിക്കുന്ന കരാറുകാരുടെ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ റേഷൻ കട വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി ജോലി ചെയ്ത കൂലി വ്യാപാരികൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ധനവകുപ്പ് ഈ കാര്യങ്ങളിൽ വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ ഒന്നും നടത്തുന്നില്ലെന്നും റേഷൻ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല എന്നും യോഗം വിലയിരുത്തി. ഓണത്തിന് സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ഓണറേറിയം ഇതുവരെയും വ്യാപാരികൾക്ക് ലഭിച്ചിട്ടില്ല. വേതന പാക്കേജ് വർധനവ്, ക്ഷേമനിധി, KTPDS ഓർഡർ പരിഷ്കരണം എന്നീ അടിയന്തര പ്രാധാന്യമുള്ള നിരവധി ആവശ്യങ്ങൾക്ക് ഉടനടി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരം 2025 ജനുവരി 6-ാം തീയതി മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകുവാനും അതിനുവേണ്ട പ്രചരണ പരിപാടികൾ ആരംഭിക്കുവാനും കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് പൂർണ്ണമായും തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ വീടാണ് തകർന്നത്. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് പൂർണ്ണമായും തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ വീടാണ് തകർന്നത്. ഞായറാഴ്ച രാവിലെ 10:30-നാണ് സംഭവ സമയത്ത് വീടിനകത്ത് ആരുമില്ലാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ സലീഷ് കണ്ണൻ, ജിഷ ഡേവിസ്, സൈമൺ നമ്പാടൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തൃക്കൂർ പഞ്ചായത്ത് 13-ാം വാർഡിൽ പച്ചളിപ്പുറം ദേശത്ത് താമസിക്കുന്ന കൊട്ടേക്കാട്ടിൽ ഉഷയുടെ വീട്
രണ്ടു ദിവസം മുമ്പുണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും ഒരു ഭാഗം തകർന്നു വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും ശക്തമായ കാറ്റിൽ ആ വീട് പൂർണ്ണമായി നിലംപൊത്തിയ അവസ്ഥയിലാണ്. ഉഷയും മകളും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് ഇവരുടേത്. ഉഷയുടെ മകൾ ഒരു ചെറിയ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാന മാർഗം കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞു പോകുന്നത്. ശക്തമായ കാറ്റിൽ വീട് തകർന്ന കല്ലൂർ പച്ചളിപ്പുറം കൊട്ടേക്കാട്ടിൽ ഉഷയുടെ വീട് KK രാമചന്ദ്രൻ MLA സന്ദർശിച്ചു. പഞ്ചായത്ത് അംഗം PS പ്രീജു, TM രാജേഷ്, ജോസ് തെക്കേത്തല എന്നിവർ സന്നിഹിതരായി. വെള്ളിക്കുളങ്ങര കാരിക്കടവ് പുഴയിൽ അനുമതിയില്ലാതെ നിർമ്മിച്ച തടയണയിൽ കോടാലി സ്വദേശി നസീബ് മുങ്ങിമരിച്ച സംഭവത്തിൽ ഉത്തരവാദികളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ കോടാലി ആൽത്തറയ്ക്കൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ഫാദർ ജോൺ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ ചെയർപേഴ്സൺ ഉമ്മു കുൽസു അസീസ് അധ്യക്ഷത വഹിച്ചു. നസീബിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക, ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകുക എന്നീ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. കൺവീനർ ജോയ് കൈതാരത്ത്, TM ചന്ദ്രൻ, PK രാജൻ, PG ജയൻ, ബേബി മാത്യു കാവുങ്കൽ, ഉസ്മാൻ വലിയവളപ്പിൽ, അഷ്റഫ് സഹദി, PG രഞ്ജിമോൻ, VK കാസിം, TD ജയപാലൻ എന്നിവർ പ്രസംഗിച്ചു. CPM പുതുക്കാട് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സരിത രാജേഷ്, അൽജോ പുളിക്കൻ, AA ശ്രീധരൻ, ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, EK അനൂപ്, AG രാധാമണി, CP സജീവൻ, സുമ ഷാജു, KS അരുൺ എന്നിവർ പ്രസംഗിച്ചു. നമുക്കിവിടെ ചേലക്കരയിലും കൊട്ടപ്പുറത്ത് പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പുകളുടെ ഭാഗമാണ്. കുട്ടികൾക്ക് പ്രചോദനമാകാൻ ഓട്ട മത്സരത്തിൽ മെഡൽ നേടിയ ഒരു ടീച്ചർ. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുനിത ദേവിയാണ് സംസ്ഥാനതല കായിക മത്സരത്തിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളി നേടിയത്. സ്കൂൾ കായികമേളയ്ക്ക് വിദ്യാർത്ഥികൾ ഒരുക്കം തുടങ്ങിയപ്പോൾ പ്രോത്സാഹനവുമായി കൂടെ നിന്ന അധ്യാപിക ഒടുവിൽ സംസ്ഥാനതലത്തിൽ വെള്ളി മെഡൽ ജേതാവായ വിശേഷമാണ് ഇപ്പോൾ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസാര വിഷയം. സ്കൂൾ കായികമേളയിൽ അധ്യാപകർക്കായുള്ള മത്സരങ്ങളിൽ കഴിഞ്ഞ വർഷവും മത്സരിച്ചു എങ്കിലും സമ്മാനം നേടിയിരുന്നില്ല. എന്നാൽ ഇത്തവണ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ സുനിതാ ദേവി എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 400 മീറ്ററിൽ വെള്ളി നേടുകയും 100 മീറ്ററിൽ 5ാമതായി ഓടിയെത്തുകയും ചെയ്തു. പങ്കെടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇവിടെ സ്കൂൾ തലത്തിൽ മത്സരങ്ങൾ നടക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇവരോട് ഓടാൻ പറയും. അപ്പൊ എന്നോട് പറഞ്ഞു അന്ന് ടീച്ചർ ഓടിക്കാണിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങള് അധ്യാപകരുടെ ഒരു മത്സരം വെച്ചു. ഇവിടെ അധ്യാപകരുടെ മത്സരം വെച്ചപ്പോൾ ഞങ്ങളെ മിക്ക അധ്യാപകരും 400 മീറ്റർ വാക്കിങ്, 100 മീറ്റർ ഓട്ടം, റിലേ വരെ ഞങ്ങൾ ഗ്രൂപ്പ് തിരിച്ച് ഇവിടെ നടത്തി. അപ്പൊ അതിലുണ്ടായപ്പോ എല്ലാവരും പറഞ്ഞു നന്നായിട്ട് ഓടുന്നുണ്ട് സുനിതേ, നീ ഒരു കാര്യം ചെയ്യ്, ജില്ലയിൽ പങ്കെടുക്കുന്നു പറഞ്ഞു. അങ്ങനെ ഉപജില്ലയിൽ പോയി, ജില്ലയിൽ പങ്കെടുത്തു. ജില്ലയിൽ 100ലും 400ലും ഫസ്റ്റ് വന്നു. പിന്നെ ഫാമിലിയിൽ നിന്നും ഇവിടെ നിന്നും ഇപ്പൊ എല്ലാവരും സപ്പോർട്ടാണ്. നിനക്ക് പറ്റും എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മള് കുട്ടികളെയും കൂടി മോട്ടിവേറ്റ് ചെയ്യാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 40-40 വയസ്സായ ഞാൻ ഓടുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓടിക്കൂടാ? അപ്പൊ അത് അവർക്കൊരു മോട്ടിവേഷനാണ്. ഈ എൻ്റെ ഒരു മെഡൽ കൊണ്ടുവന്ന് ഞാനിവിടെ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ കാണിച്ചപ്പോ, കഴിഞ്ഞതിന് മുന്നത്തെ വർഷം സംസ്ഥാനം ഓടിയ ഒരു കുട്ടി 3rd കിട്ടിയവനാ. അവൻ എന്നോട് പറയാം ഈ വർഷം ഇറങ്ങായിരുന്നു ടീച്ചറേന്ന്. അത് മതി, ഒരു സ്പാർക്ക് ഒരു കുട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചാൽ തന്നെ അത് ഒരു വലിയ കാര്യമല്ലേ. 30 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിലാണ് 43 വയസ്സുള്ള ടീച്ചർ മത്സരിച്ചത്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കായിക അധ്യാപികയ്ക്കാണ് 400 മീറ്ററിൽ സ്വർണം ലഭിച്ചത്. സുനിതാ ദേവി ടീച്ചറുടെ നേട്ടം സ്വന്തമായി ഗ്രൗണ്ടില്ലാത്ത ചെമ്പൂച്ചിറ ഗവൺമെന്റ് സ്കൂളിനെ കായിക മേഖലയിൽ പുരോഗതിക്ക് കാരണമാകുമെന്ന പ്രതീക്ഷയാണ് സഹ അധ്യാപകർക്കുള്ളത്. ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുള്ള നിമിഷങ്ങളാണ്. കാരണം സുനിത ടീച്ചർ ഒരു കായിക താരമാണ്, നമുക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. ആള് ദേശീയ തലത്തിൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനായിട്ടൊക്കെ മത്സരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സ്റ്റേറ്റിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഒപ്പം ടീച്ചർ ഓടി 400 മീറ്ററിൽ ഒരു വെള്ളി മെഡൽ കരസ്ഥമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാത്രമല്ല ചെമ്പുച്ചിറ പ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഒരു അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് ടീച്ചർ. അതുപോലെ നമ്മുടെ കുട്ടികളായാലും അതുപോലെ തന്നെ അവരെക്കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് പരിമിതികളൊക്കെ നമുക്കുണ്ട്. പക്ഷെ ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് സ്റ്റേറ്റ് വരെ, ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല, നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഇതിന് മുൻപ് പലതവണ കുട്ടികൾ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ പ്രാവശ്യം നമുക്ക് സ്റ്റേറ്റിൽ എത്താൻ പറ്റിയെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. സുനിതാ ദേവി ടീച്ചറുടെ നേട്ടത്തിൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം ഒരുക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മെമന്റോ നൽകി ആദരിച്ചു. ആശംസകളുമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയും
PTA അംഗങ്ങളും എത്തിയിരുന്നു. മകൾ ശ്രീദേവിക 3000 മീറ്റർ ഓട്ടത്തിലും ക്രോസ് കൺട്രിയിലും സംസ്ഥാന തലത്തിൽ മത്സരിച്ചിരുന്നു. ഇളയ മകൾ ശ്രീസാധിക ഈ സ്കൂളിൽ തന്നെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഭർത്താവ് രാജേഷും കുടുംബവും ടീച്ചറുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി എന്നും ഒപ്പമുണ്ട്. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിലെ മുൻ മാനേജർമാരെയും വിരമിച്ച അധ്യാപകരെയും ആദരിക്കാനായി ഗുരുവന്ദനം സംഘടിപ്പിച്ചു. തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര ഉദ്ഘാടനം ചെയ്തു. സെന്റിനറി കമ്മിറ്റി ചെയർമാൻ ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. തലോർ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ, കോർപ്പറേറ്റ് മാനേജർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി, പഞ്ചായത്ത് അംഗം ട്രീസ ബാബു, പ്രധാനാധ്യാപിക ലിയ കെ റാഫേൽ, സ്റ്റാഫ് പ്രതിനിധി KC അനിറ്റ, OSA പ്രസിഡന്റ് T ജോൺസൺ, PTA പ്രസിഡന്റ് KB പ്രദീപ്, സ്കൂൾ ലീഡർ ജെറിറ്റ് റസ് ജെയിൻ എന്നിവർ പ്രസംഗിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അവർ വിവിധ തരങ്ങളിലുള്ള ശുശ്രൂഷകൾ ചെയ്തിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്വമാണ് ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചത്. അത് ഈ LF ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രധാന പാഠപുസ്തകമായി മാറിയിരിക്കുന്ന നിരവധി അധ്യാപകരാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ആ അധ്യാപകരെ ഇന്ന് 100 പിന്നിടുന്ന ഈ വിദ്യാലയത്തിലെ എല്ലാവരും ചേർന്ന് ആദരിക്കും. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ എൻ്റെ അരികിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന അവസരത്തിൽ പറഞ്ഞു, 100 വർഷം പൂർത്തിയായില്ലേ. ഞാനും ഒരു അത്ഭുതത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. 1925 സ്ഥാപിതമായ നമ്മുടെ തലോർ ലിറ്റിൽ ഫ്ലവർ LP വിദ്യാലയം ഇന്ന് ജന്മശതാബ്ദി നിറവിലാണല്ലോ. 100ന്റെ നിറവിലായിരിക്കുന്ന ഈ വിദ്യാലയ മുത്തശ്ശിക്ക് എന്തൊക്കെ കഥകളായിരിക്കും നമ്മോട് പറയാനുണ്ടാവുക അല്ലേ? കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ മുനമ്പം വഖഫ് വിഷയത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. ഫാദർ സിബിൻ വാഴപ്പള്ളി, ജോയ് ചെമ്പകശ്ശേരി, ഫ്രാൻസിസ് മംഗലൻ, ജോസ് കോച്ചക്കാടൻ, വർഗീസ് തൊമ്മാന, വർഗീസ് കോമ്പാറക്കാരൻ, ജോളി തരൂക്കര, വർഗീസ് ചെരുവറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കുസുമകുമാരി ക്യാമ്പിന് നേതൃത്വം നൽകി. പുതുക്കാട് കണ്ണമ്പത്തൂർ സരിഗ സാംസ്കാരിക നിലയം ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സുമ ഷാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ V സജീഷ് കുമാർ മുഖ്യാതിഥിയായി. ആകാശ്, വായനശാല പ്രസിഡന്റ് ഗുരുവായൂരപ്പൻ, സെക്രട്ടറി അനന്തു ഷാജു എന്നിവർ പ്രസംഗിച്ചു. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ പഴമാണ് മാതളം. ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടാൻ മാതളം മികച്ചതാണ്. മാതളത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചറിയാം. ഒരു റിപ്പോർട്ട്. മാതള നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റായ എലാജിറ്റാനിൻസ് അൾഷിമേഴ്സ് രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു. മാതള നാരങ്ങയിലെ ഉയർന്ന അളവിലുള്ള മഗ്നീഷ്യം നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. കാരണം മഗ്നീഷ്യം പേശികളുടെ വിശ്രമത്തിനും നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുന്നതിനും സഹായിക്കുന്നു. ഇവയിൽ വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മാതള നാരങ്ങയിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ C, ഫോളേറ്റ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രശ്നങ്ങളുള്ളവർ ഡയറ്റിൽ മാതളം ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും. മാതള നാരങ്ങ ജ്യൂസ് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും കൊളസ്ട്രോളിന്റെ അളവ് മെച്ചപ്പെടുത്തുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം ആരോഗ്യകരമായ ഹൃദയത്തിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. മാതള നാരങ്ങയിലെ ഉയർന്ന വിറ്റാമിൻ C പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയും അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇതിലെ ആന്റി ഓക്സിഡന്റുകളും ഫൈറ്റോ കെമിക്കലുകളും സ്തനാർബുദം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും യുവത്വത്തിന്റെ തിളക്കം പ്രോത്സാഹിപ്പിക്കാനും മാതള നാരങ്ങ ജ്യൂസ് സഹായിക്കും. ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കും.
കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നവംബർ 20 2 മണിക്ക് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നടത്തും. ഏറ്റവും കുറഞ്ഞ യോഗ്യത എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ DNB അഥവാ അനസ്തേഷ്യോളജി, ജനറൽ മെഡിസിൻ, റെസ്പിറേറ്ററി മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോപെഡിക്സ് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഉള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ DNB ആണ്. പ്രതിമാസ വേതനം 73,500 രൂപ. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുളങ്ങുന്നത്ത് കാവിലുള്ള കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. യാതൊരുവിധ യാത്രാപത്തയും ലഭിക്കുന്നതല്ല. കലറ്റുംകര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. 3 വർഷത്തെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10 മണിക്ക് കോളേജിൽ അഭിമുഖത്തിനായി ഹാജരാകണം. ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ നവംബർ 21 രാവിലെ 11 തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. നിശ്ചിത ഫോറത്തിലുള്ള പുതിയ പരാതികൾ ലോകായുക്ത സിറ്റിംഗിൽ സ്വീകരിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047123000362. ഇമെയിൽ kerala.lokaayukta@gmail.com. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,935 രൂപ, പവന് 55,450 രൂപ. ചെങ്ങാലൂർ കുണ്ടുകടവ് നെടുമ്പുള്ളി വേലായുധൻ ഭാര്യ കല്യാണി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ ചിറയത്ത് കാട്ടുമാത്ത് ജോസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. ക്ലാരയാണ് ഭാര്യ. മിനി, മേറ്റി, പരേതയായ നിമ്മി എന്നിവർ മക്കളും. വിൻസെന്റ്, ദിൽന എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ സ്നേഹപുരം പാറേക്കാട്ടിൽ ദേവസി ഭാര്യ റോസിലി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. വിൻസി, വിജോയ് എന്നിവർ മക്കളും. ഷാജു, സുനു എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര മുത്തരത്തിക്കര കല്ലിക്കടവിൽ വിജയൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 ഇരിഞ്ഞാലക്കുട SN മുക്തിസ്ഥാനിൽ. സൗഭാഗ്യയാണ് ഭാര്യ. സന്ധ്യ മകളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ഡലമാസം കൂടി ആരംഭിച്ചതോടെ ദേശീയപാതയിൽ വൻ ഗതാഗത തിരക്ക്. പാലിയേക്കര ടോൾ പ്ലാസയിലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും 100 കണക്കിന് വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം അനുവദിക്കുക, ഉറപ്പു നൽകിയ ഉത്സവ ഭത്ത നൽകുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച റേഷൻ ഉടമകൾ സമരം സംഘടിപ്പിക്കും. റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടേതാണ് തീരുമാനം. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് പൂർണ്ണമായും തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ വീടാണ് തകർന്നത്. വെള്ളിക്കുളങ്ങര കാരിക്കടവ് പുഴയിൽ അനുമതിയില്ലാതെ നിർമ്മിച്ച തടയണയിൽ കോടാലി സ്വദേശി നസീബ് മുങ്ങി മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ കോടാലി ആൽത്തറയ്ക്കൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CPM പുതുക്കാട് ലോക്കൽ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പ്രചോദനമാകാൻ ഓട്ട മത്സരത്തിൽ മെഡൽ നേടിയ ഒരു ടീച്ചർ. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുനിത ദേവിയാണ് സംസ്ഥാനതല കായിക മത്സരങ്ങളിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളി നേടിയത്. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിലെ മുൻ മാനേജർമാരെയും വിരമിച്ച അധ്യാപകരെയും ആദരിക്കാനായി ഗുരുവന്ദനം സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.